ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു ലൈവ് പോകാനൊക്കെ വിചാരിച്ച് വന്നതാ. എൻ്റെ നെറ്റ് അൺഫോർച്യുനേറ്റ്ലി കട്ടായി. അതിന് മുന്നേ തന്നെ എനിക്ക് നന്നായിട്ട് ചുമ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്പിരിറ്റ് പല സൂചന തന്നാലും ഞാൻ ചില സമയത്തൊക്കെ അത് അല്ല, സ്പിരിറ്റ് കുഴപ്പമില്ല, സ്പിരിറ്റ് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ മേ ബി എനിക്ക് കളക്റ്റീവിൻ്റെ മൊത്തം എനർജി എനിക്ക് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ആസ്ട്രോ ടോക്കിലും ചെയ്യാറുള്ളതായിരുന്നു ലൈവ്. ഇപ്പം എനിക്ക് യൂട്യൂബിലും പറ്റുന്നില്ല, ആസ്ട്രോ ടോക്കിലും പറ്റുന്നില്ല. മേ ബി കുറച്ചധികം എനർജീസ് ഒരുമിച്ച് വരുമ്പോൾ എന്നെക്കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. സോറി ഗൈസ്, നിങ്ങൾ ഒരുപാട് പേര് കാത്തിരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വെരി സോറി. എനിവേ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. നിങ്ങളെല്ലാം സ്ഥിരമായിട്ട് കാണുന്ന എൻ്റെ സ്ഥിര ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം തിരിച്ചു വരുന്നതിലും വീഡിയോസ് കാണുന്നതിലും കമൻറ്റ് ചെയ്യുന്നതിലും ഒക്കെ. എനിക്കൊരു സജഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം, പലരും മഴ, അതുപോലെ തന്നെ എന്താ പറയുക, ട്വിൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് നെയിംസ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളിൽ ആരൊക്കെയാണോ കമൻറ്റ് ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യുന്നില്ല, കാണുന്ന ഓരോരുത്തരടുത്തും എനിക്കൊരു റിക്വസ്റ്റ് വരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ നെയിം ഒന്ന് എനിക്കൊന്ന് ഇട്ടേക്കാമോ? വെറുതെ രസം ഇരിക്കട്ടെ, നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വന്നാലോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ആരാണോ കാണുന്നത്, കമൻ്റായിട്ട് നിങ്ങളുടെ നെയിം ഇടണേ. നമുക്ക് നോക്കാം സ്പിരിറ്റിന് എന്തെങ്കിലും, എന്തോ എനിക്കറിയില്ല. എനിക്ക് ഇന്നലത്തെ ഇത് കണ്ടപ്പോഴത്തേക്കും തോന്നിയതാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പ്ലീസ് ഒന്ന് കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങളുടെ പേരൊന്ന് ഇട്ടിരിക്കണേ. ഈവൻ നിങ്ങളുടെ പേരിൽ തന്നെയാണ് നിങ്ങളുടെ അക്കൗണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേര് ഇതാണെന്ന് ഇട്ടിരുന്നാൽ മതി. ഓക്കെ, ഓൾ റൈറ്റ്. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആയിത്തീരേണ്ടത്, അല്ലെങ്കിൽ ഹൂ ആർ യു മെന്റ് ടു ബി ഇൻ ദിസ് ലൈഫ്. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ കോൺസെപ്റ്റ്. ഞാൻ ഓൾറെഡി കാർഡ്സ് ഒക്കെ ഷഫിൾ ചെയ്ത് വെച്ചു. കാരണം ഈ ഷഫിൾ ചെയ്യാനായിട്ട് എനിക്ക് സമയം എടുക്കുന്നുണ്ട്. അത്രയും നേരം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഷഫിൾ ചെയ്ത കാർഡ്സ് വെച്ചിട്ട് തുടങ്ങാമെന്ന്. സോ ദിസ് ഇസ് പൈൽ 1, ഇത് പൈൽ 2. പൈൽ 1 പൈൽ 2 കൺഫ്യൂഷൻ ആണെങ്കിൽ ഇത് അമെത്തിസ്റ്റ് ക്രിസ്റ്റലാണ്. ഓക്കെ, ഇത് വന്ന് ബ്ലാക്ക് ഒബ്സിഡിയൻ. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ കണക്റ്റ് ആവുന്നത് അത് ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ് പൈൽ 1, വെൽക്കം ടു യുവർ റീഡിങ്. സോ ഞാൻ ടാരോസ്, ഇത് നിങ്ങൾ ചൂസ് ചെയ്ത ക്രിസ്റ്റൽ, നിങ്ങളുടെ അമെത്തിസ്റ്റ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓൾറൈറ്റ്, ഇത് നമുക്ക് 1 by 1 ആയിട്ട് എടുക്കാം കാർഡ്സ്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഞാൻ പറയാം. ഓക്കെ, അല്ലെങ്കിൽ കറണ്ട് ആഗ്രഹം ഞാൻ പറയാം. ഓൾറൈറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മുടെ 5 of Cups ആണ്. സെക്കൻഡ് വൺ Ace of Cups ആൻഡ് ഫൈനലി 9 of Pentacles. നിങ്ങളുടെ ചില ആൾക്കാരുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ്. നിങ്ങൾക്ക് തന്നെ അറിയില്ല എങ്ങനെ അതിനകത്ത് നിന്നൊന്ന് റീകൂപ്പ് ചെയ്ത് തിരിച്ച് വരേണ്ടതെന്ന് അറിയില്ല. അത്രത്തോളം നിങ്ങൾ ഇമോഷണൽ ഡൗൺ ആണ്. ഒന്നുകിൽ ഇതൊരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റഡി റിലേറ്റഡ് സിറ്റുവേഷൻ ആയിരിക്കാം. എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, നിങ്ങൾ കുറച്ചധികം ഇമോഷണലി ഡൗൺ ആണ്. നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇതെങ്ങനെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മുടെ ലൈഫിൽ നമുക്ക് ദൈവം ഒരുപാട് സങ്കടം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനൊരു വലിയ പർപ്പസ് ഉണ്ട്. ഓക്കെ, ആ സങ്കടം, അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അത്രയും സങ്കടം വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ നമുക്ക് ദൈവം നമ്മുടെ ലൈഫിൽ തരൂ. നമ്മളെ കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റില്ല, നമുക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും ദൈവം നമുക്ക് നമ്മുടെ ലൈഫിൽ തരില്ല. നമ്മളത് അതിജീവിക്കും എന്ന് ദൈവത്തിന് അത്രയും വിശ്വാസമുള്ളൂ. അത് മാത്രമല്ല, എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഒരുപാട് വിഷമിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ അടുത്താണ് ദൈവത്തിന് ആക്ച്വലി കൂടുതൽ ഇഷ്ടം. പല പല പഴയ കഥകൾ കാണുമ്പോഴും നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വിഷമിക്കുന്ന ആൾക്കാരുടെ കൂടെ തന്നെയാണ് ഭഗവാൻ. ഓക്കെ, അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അത്രയും സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവം, എൻ്റെ കൃഷ്ണനാണ്, ഇവിടെ ഇരിക്കുന്ന ആൾ ഗുരുവായൂരപ്പനാണെങ്കിലും എൻ്റെ ഏറ്റവും വലിയ സ്പിരിറ്റ് ഗൈഡ് എന്ന് പറയുന്നത് എൻ്റെ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ എല്ലാം പറയുന്നത്. പിന്നെ ഒരുപാട് സിറ്റുവേഷൻ എനിക്കും വന്നിട്ടുണ്ട്. ലൈക്ക് എനിക്ക് തന്നെ അറിയില്ല ഞാൻ ആ ഇമോഷണൽ സിറ്റുവേഷൻ എങ്ങനെ
തിരിച്ച് വരണം എന്ന് എനിക്കറിയാത്ത ഒരുപാട് സിറ്റുവേഷനിലൂടെ ഞാനും പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതെടുത്ത് പറയാൻ പറ്റുന്നത്. ഓക്കെ, എനിക്ക് കുറച്ച് കണക്റ്റ് ആവും നിങ്ങളുടെ കാര്യം. അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനത്തെ ഇമോഷണൽ സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും വിചാരിക്കരുത് ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല, ദൈവം എന്നെ കാണുന്നില്ല, ദൈവം എൻ്റെ മുന്നിൽ കണ്ണു തുറക്കുന്നില്ല. ഒരിക്കലും അല്ല. ദൈവം നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ കൈ പിടിച്ച് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ഓരോ ദൈവവും. ഓക്കെ, അത് ട്രസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഏജ് ഓഫ് കപ്സ്, അതായത് നിങ്ങളുടെ ലൈഫിലെ ന്യൂ ബിഗിനിങ്, ന്യൂ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ന്യൂ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഇമോഷണൽ ഹാപ്പിനെസ്, നിങ്ങൾക്കുള്ള ഹീലിംഗ്, ഇതെല്ലാം റെഡിയാണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഇമോഷണൽ സിറ്റുവേഷൻ നമ്മളൊരു സറണ്ടർ മോഡിലേക്ക് വരുമ്പോൾ നമ്മൾ പറയില്ലേ, ഭഗവാനെ എനിക്ക് വയ്യ, ഇനി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്, എനിക്ക് വയ്യ, ഞാൻ തളർന്നു, ഞാൻ നിനക്ക് വിട്ടുതരികയാണ്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്, എനിക്ക് ഇനി ഒന്നും ചെയ്യാനോ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഡെപ്തിലാവാനോ ഒന്നും താല്പര്യമില്ല, ഭഗവാന്റെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സറണ്ടർ മോഡിലേക്ക് വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഏസ് ഓഫ് കപ്സും വരും. ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ആണ് നിങ്ങളെ ഒരുപാട് ഇമോഷണലി ഡൗൺ ആക്കുന്ന സിറ്റുവേഷൻ എങ്കിൽ ട്രസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ പരമായിട്ട് നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലെത്തും. ഓക്കെ, 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫൈനാൻസ് പരമായിട്ട് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഫൈനാൻസ് പരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗോത്രൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നമുക്ക് അതിനേക്കാൾ സൂപ്പർ സിറ്റുവേഷൻസ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയാണല്ലോ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത് നോക്കാം. 10 of Wands, King of Wands, 3 of Wands. Wow, great. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ സ്ട്രഗിൾസ് എല്ലാം എൻഡ് ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവണം. നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ ബേർഡൻ ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവണം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവണം, നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവണം. ഓക്കെ, പക്ഷേ ഇതിനേക്കാൾ ഉപരി ചില ആൾക്കാർ ഇവിടെ ഡെഫിനറ്റ്ലി കിങ് ഓഫ് വോൺസ്, അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്, അങ്ങനെ ആവണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹവും. കിങ് ഓഫ് വോൺസ് എന്ന് പറയുന്നത് അത്രയും എന്താണ് വിഷണറി ആയിട്ടുള്ള ഒരാളാണ്. ലൈഫിനെ കുറിച്ചും അതുപോലെ തന്നെ പല സിറ്റുവേഷനെ കുറിച്ചും പല കാര്യങ്ങളും ചെയ്തു കാണിക്കാനും ബിസിനസ് പരമായിട്ടൊക്കെ നിങ്ങൾ ആണെങ്കിൽ അതിന്റെ ടോപ്പ് മോസ്റ്റ് എത്തുന്ന ആൾക്കാരാണ് കിങ് ഓഫ് വോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ സിറ്റുവേഷൻസ് ആഗ്രഹിച്ചിരിക്കാൻ, ലൈക്ക് ചില ആൾക്കാർ ഉറപ്പായിട്ടും പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പുറത്തോട്ട് പോകണം, അവിടെ പോയി അവിടെ സെറ്റിൽ ചെയ്യണം, നിങ്ങളുടെ അവസരം എപ്പം വരും എന്നുള്ളത് നിങ്ങൾ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പം ഇവിടെ അങ്ങനത്തെ എനർജീസ് തന്നെയാണുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് വരാൻ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് നോക്കേണ്ടത് ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് എന്താണ്. ഓക്കെ, സ്പിരിറ്റ്, വാവ്, സൂപ്പർ. Ace of Wands, 9 of Wands and 3 of Pentacles. അപ്പം ഹൂ യു ആർ മെന്റ് ടു ബി എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആകാൻ പോകുന്ന ആൾക്കാരാണ് ഉറപ്പായിട്ടും, ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ. ഓക്കെ, കാരണം നിങ്ങളെ ഇൻസ്പയർ, നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവം തരും. ലൈക്ക് അത് കാരണം എന്തെന്ന് വെച്ചാൽ ഒരുപാട് പേര് ലൈഫിൽ ഇങ്ങനെ വിഷമിച്ച് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ലൈഫിനോട് പൊരുതി മടുത്ത് ഇനി എന്ത് ചെയ്യണം അല്ല എങ്ങോട്ട് പോകണം, എവിടെയാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് മനസ്സിലാവാണ്ട് കുടുങ്ങി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കളക്റ്റീവില്. അങ്ങനെ പല ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യാൻ ഉറപ്പായിട്ടും ഡെസ്റ്റിനി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ കാണുന്ന ഓരോരുത്തരും. ചിലപ്പം ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു കാര്യം കണക്റ്റ് ആവില്ല, നിർബന്ധിച്ച് കണക്റ്റ് ആക്കാൻ ഞാൻ പറയില്ല. ഞാനിത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ടാരോ റീഡിങ്സ് കാണുന്ന ഒരാളായിരുന്നു, ഇപ്പോഴും കാണാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എസ്പെഷ്യലി വെസ്റ്റേൺ ആൾക്കാരെയാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, റോസോളജി, കോൺഷ്യസ്നെസ്, ഇവല്യൂഷൻ ജേർണി, അങ്ങനെ അവർ രണ്ടുപേരാണ് എൻ്റെ മെയിനായിട്ട്, ഞാൻ കൂടുതലും അവരെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഇപ്പം അവർ എപ്പോഴും റൊട്ടീനായിട്ട് ഇടുന്ന ആൾക്കാരല്ല, ചില സമയത്തൊക്കെ നന്നായിട്ട് ഇടും, ചില സമയത്ത് ഉണ്ടാവില്ല. അപ്പം ഞാൻ ജസ്റ്റ് റാൻഡംലി ഞാൻ കമ്പൽ ചെയ്യാറില്ല ഇന്നത് കാണുന്നത്, ഞാൻ സ്പിരിറ്റിനെ വിട്ടുകൊടുക്കും. ചിലപ്പം പണ്ട് 2-3 വർഷം മുന്നേ പുള്ളിക്കാരത്തിയൊക്കെ ചെയ്ത കാര്യങ്ങളായിരിക്കും എനിക്ക് റിപ്പീറ്റായിട്ട് വരുന്നത്. പക്ഷെ ഞാൻ കളയില്ല, ഞാനത് കാണുമ്പോൾ ആ സമയത്ത്, അതായത് ഞാൻ കാണുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സമയങ്ങളിലുള്ള എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഗൈഡൻസ് എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടാറുണ്ട്.
ഓക്കെ. സോ ഇതിനകത്തുള്ള ഇപ്പൊ പലതും നിങ്ങൾക്ക് കേട്ടിട്ട് ഒന്നും കണക്ട് ആവുന്നില്ല, എന്താ ഈ പറയുന്നതെന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ആക്കാനേ പറയില്ല. കുറച്ച് ദിവസം കഴിയുമ്പം ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പോപ്പപ്പ് ചെയ്ത് വരും. അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, ഇത് ഡിവൈൻ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എന്തോ ഡിവൈൻ മെസ്സേജ് തരാനുണ്ട്. ഇപ്പം ഇന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവില്ല, ചിലതൊന്നും നമ്മൾ ഉള്ളിലോട്ട് എടുക്കാനും പോകുന്നില്ല. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട കറക്റ്റ് മെസ്സേജ് അതിനകത്ത് നിന്ന് കിട്ടും. അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്, എനിക്ക് നിങ്ങളെ ബോറടിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷേ പോപ്പപ്പ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കേട്ടാൽ കൊള്ളാൻ തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കേൾക്കുക. കാരണം അതിനകത്ത് നമ്മൾ പെട്ടെന്ന് സ്കിപ്പായി പോയ അല്ലെങ്കിൽ മിസ്സാക്കി പോയ എന്തെങ്കിലും പോയിന്റ് ഉണ്ടാവും. അത് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് നമ്മളെ പിന്നെയും അതിലൂടെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളെ കൊണ്ട് നീ അത് നിൽക്ക്, അത് കേട്ടിട്ട് പോയാൽ മതി, നിനക്കുള്ള ഗൈഡൻസ് അതിനകത്ത് നിന്നുണ്ട്. കാരണം ദൈവത്തിന് ഒരിക്കലും നമ്മുടെ അടുത്ത് വന്ന് നിന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഇതുപോലെ എന്തെങ്കിലും നമ്മളെപ്പോലെ ഉള്ള മെസ്സേജസ്, നിങ്ങളിൽ പല ആൾക്കാരും ഉറപ്പായിട്ടും അങ്ങനത്തെ ഡിവൈൻ കണക്ഷനുള്ള ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ചില ആൾക്കാരൊക്കെ ഉറപ്പായിട്ടും ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വന്ന് എൻ്റെ റീഡിങ്സ് കാണുന്നതേ ഉള്ളൂ. കാരണം അത്രയും ഹൈലി സ്പിരിച്വലി കണക്റ്റഡ് ആണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പം ഒരുപാട് വിഷമിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ തകർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടെ ചേർന്ന് അവരെ ഇൻസ്പയർ ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അവരെ അങ്ങനെയുള്ള ഒരു വലിയ ലീഡർഷിപ്പ് ലെവലിലേക്ക്, അല്ലെങ്കിൽ അത്രയും വലിയ എന്താ പറയുക, ഒരുപാട് പേര് റെസ്പെക്റ്റോട് നോക്കുന്ന ആ ലെവലിലേക്ക് പോവാൻ 11 ഗൈസ്, 11 വാവ്. സീരിയസ്ലി ഞാനൊരു പൈലും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി പൈൽ 1 ചൂസ് ചെയ്യാനുള്ളതായിരുന്നു. കാരണം സീരിയസ്ലി നിങ്ങൾ അത്രയും വലിയ ലീഡർഷിപ്പ് എബിലിറ്റിയിൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ട്രസ്റ്റ് ചെയ്യാട്ടോ, സീരിയസ്ലി സൂപ്പർ. ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി. ഒരുപാട് പേരുമായിട്ട് ചേർന്ന് കാര്യങ്ങൾ ചെയ്യുക. ചില ആൾക്കാർ പുറത്ത് വിദേശത്തിലുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് വലിയ വലിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക. മാസ് നമ്പർ 22 ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ലൈഫ് പാത്ത് ഒക്കെ 22 ഒക്കെ ഉള്ള ആൾക്കാരുടെ എനർജീസ് എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. വാവ്, എനിക്കറിയില്ല ഗൈസ് നിങ്ങൾക്ക് എത്രത്തോളം ഈ എനർജീസ് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വാവ്. ഓൾറൈറ്റ്, അപ്പം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രീ വിസ്ഡം. ദിസ് ട്രീ ഡ്രൈഡ് will help you navigate through your current situation. Her flute can reveal insights and answers through the sounds it makes. ഈ സൗണ്ടിന്റെ കാർഡ് കാണുമ്പോൾ എനിക്ക് വേറൊന്നുമല്ല, നിങ്ങൾ പല ആൾക്കാരും പ്രകൃതിയായിട്ട് കൂടുതലായിട്ട് ഇണങ്ങണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് കാട്ടിനകത്തൂടെ നടക്കുക, നിറയെ ചെടികളുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുക ഇഷ്ടമാണെങ്കിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അതൊരു പീസ് ഓഫ് മൈൻഡ് തന്നെയാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യുക. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പല കാര്യങ്ങളും, നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും കിട്ടുന്നത് നമ്മൾ കുറച്ച് കാമായിട്ട് നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ പലതും വരും പോപ്പപ്പ് ചെയ്ത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അന്ന് നടന്ന സിറ്റുവേഷന് ഇന്ന റീസൺ ഉണ്ടെന്നൊക്കെ നമുക്ക് തെളിഞ്ഞു വരും. കാരണം നിങ്ങൾ പല ആൾക്കാരും ഒരുപാട് വിസ്റ്റമുള്ള ആൾക്കാരാണ്. ഓക്കെ, ട്രീ ഓഫ് വിസ്റ്റം ആണെങ്കിൽ പോലും എനിക്കിവിടെ നിങ്ങളിൽ ഒരുപാട് വിസ്റ്റം ഉണ്ട്. അപ്പം നിങ്ങളുടെ ആ വിസ്റ്റമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹൂ ആർ യു മെൻ ടു ബീനെ കറക്റ്റായിട്ട് കിട്ടുക. ഇന്നർ ചൈൽഡ് ഉറപ്പായിട്ടും നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് പെയിനിലൂടെ പോയെന്ന് പറയുന്നത് ചില ആൾക്കാർ ഉറപ്പായിട്ടും കുട്ടിക്കാലത്തായിരിക്കും ഇഷ്ടം പോലെ പെയിൻ സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ളത്. അപ്പോൾ ആ പെയിൻ സിറ്റുവേഷനിലൂടെ പോയതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ അതിനെ ഹീൽ ചെയ്യുക. നമുക്കിപ്പം നമ്മുടെ ലൈഫിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരാറില്ല അല്ലേ. അപ്പോൾ ഇംപെർഫെക്ഷൻസിനെ നമ്മൾ അതിനെ അറിഞ്ഞ് മനസ്സിലാക്കി അതിനെ ഹീൽ ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങൾ പല ആൾക്കാരും ഇന്നർ ചൈൽഡ് കുറച്ച് ദിവസമായിട്ട് മിക്കവാറും നമ്മുടെ കാർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാവേ, ഞാൻ ഒന്ന് നോട്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ പറയുന്നല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല. സോ നിങ്ങളുടെ ഇന്നർ ചൈൽഡ്, നമ്മൾ പറയില്ലേ, നമ്മൾ ചെറുതിനെ ഒരുപാട് കഷ്ടപ്പെടുകയും ഭയങ്കരമായിട്ട് ഇമോഷണലി വിഷമിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡ് ഒരുപാട് അഫക്റ്റഡ് ആവും, നമ്മുടെ ഇമോഷൻസ് ഒരുപാട് അഫക്റ്റഡ് ആവും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ അതിനെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം അത് ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും. ഓക്കെ, നമുക്ക് എന്താ ഇന്ത്യൻ ചൈൽഡ് ഹീലിംഗ് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണേ. എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്, സീരിയസ്ലി സ്പീക്കിംഗ്. ഉറപ്പായിട്ടും. അപ്പം പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് വാക്ക് ഇടാൻ പറ്റുമെങ്കിൽ അത് മതി. എനിക്ക് ഭയങ്കര ഇൻഡെപ്ത് രീതിയിൽ. പക്ഷെ ആലീസ് മാഡം ഉണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കേൾക്കണം. മാം ഇരുന്ന് എന്താ പറയുക, നല്ല ക്ഷമയോടെ ഇരുന്ന് അത്രയും ടൈപ്പ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, താങ്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. നിങ്ങളെപ്പോലെ ഓരോരുത്തരെയും കണക്ട് ചെയ്യുന്നതിൽ ഞാൻ റിയലി ബ്ലെസ്ഡ് ആണ്. താങ്ക് യു വെരി വെരി മച്ച്.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്യണേ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ചോദിക്കുക. ഓക്കെ, പോസ് ചെയ്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിനൊരു ആൻസർ അല്ലെങ്കിൽ അതിനൊരു ഗൈഡൻസ് ഡെഫിനറ്റ്ലി സ്പിരിറ്റ് തരും. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, ആൻസർ ഈസ് ഫോർഗീവ്നെസ്. ഓക്കെ, ഇത് ആൻസർ ആയിട്ട് വരുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാറുള്ളൂ. നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഒരു എനർജിയാണ് ഈ ഫോർഗീവ്നെസ്സിന്റെ എനർജി. ഓക്കെ, കാരണം പലപ്പോഴും നമ്മുടെ ലൈഫിലെ പല സിറ്റുവേഷൻസിലും പല ബ്ലെസ്സിങ്സും നമ്മുടെ ലൈഫിൽ ബ്ലോക്കായി പോകുന്നതിന്റെ മെയിൻ റീസൺ നമ്മൾ ആ ഫർഗീവ്നെസ്സിന്റെ എനർജിയിൽ വരാത്തതുകൊണ്ടാണ്. പലപ്പോഴും പല സിറ്റുവേഷനിലും നമ്മളെ പല ആൾക്കാരും വിഷമിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ പോലും നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ അവർ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ സിറ്റുവേഷനിലൊക്കെ നമ്മൾ അവരടുത്ത് ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അവരടുത്ത് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്തത് നിങ്ങൾ ചെയ്തത് നല്ലത് എന്നല്ല, അതിനകത്തുനിന്ന് ശരി, ഓക്കെ, നിങ്ങൾ ഇങ്ങനെ എന്നോട് കാണിച്ചു, ആയിക്കോട്ടെ, ശരി, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് എൻ്റെ ഗ്രഡ്ജസ് മനസ്സിൽ വെക്കാൻ താല്പര്യമില്ല, സോ ഞാൻ നിങ്ങളെ ഫൊർഗീവ് ചെയ്യുന്നു, എന്നെ ഫൊർഗീവ് ചെയ്യുന്നു, എനിക്ക് മൂവ് ഓൺ ചെയ്യണം. അപ്പൊ ഫൊർഗീവ്നെസ്സിന്റെ എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങളിപ്പോൾ ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസർ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രൗൺ ചക്ര ത്രൂ തന്നെ നിങ്ങൾക്ക് ആൻസർ വരും. എൻ്റെ ആവശ്യമില്ല, മനസ്സിലായ? എൻ്റെ എന്നല്ല, ഒരു ടാരോ റീഡേഴ്സിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ അത്രയും ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ എത്രത്തോളം അത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ നിങ്ങളുടെ എനർജിയിൽ ഉറപ്പായിട്ട് പറയും, നിങ്ങൾ ഹൈലി ഡിവൈൻലി കണക്റ്റഡ് ആണ്. നിങ്ങളുടെ തേർഡ് ഐ ചക്ര, ക്രൗൺ ചക്ര, ഹാർട്ട് ചക്ര ഒക്കെ വളരെയധികം വാവ് എന്നേ എനിക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് സൂപ്പർ എനർജിയിലാണ്. ഓക്കെ, നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ ഹൂ യു ആർ മെൻ ടു ബിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മരിച്ചുപോയ ആരെങ്കിലും, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മരിച്ചുപോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. someone needs your support, can you help them, we will guide you. നിങ്ങൾക്ക് ഈ റീഡിങ് കഴിഞ്ഞ് അടുത്ത എപ്പോഴെങ്കിലും ഒക്കെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗിൽ തോന്നും, ലൈക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ഈ കാർഡ് ഓർമ്മ വരെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. അതിപ്പോൾ ഫൈനാൻസ് ആവാം, ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇമോഷണൽ സപ്പോർട്ട് ആവാം. എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. നിങ്ങൾ ഉറപ്പായിട്ടും ഹീലിംഗിലുള്ള ആൾക്കാർ തന്നെയാണ്. ഡോക്ടേഴ്സ് അതുപോലെ തന്നെ നഴ്സുമാർ, ടാരോ റീഡേഴ്സ്, ഒറക്കിൾ കാർഡ് റീഡേഴ്സ്, റേക്കി ഹീലേഴ്സ്, അതുപോലെ സൈക്കോളജിസ്റ്റ്, സൈക്കിക് അങ്ങനെയുള്ള എബിലിറ്റീസ് ഉള്ള ആൾക്കാരാണ്. പൈൽവാൻ, താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങളുടെ ഇത്രയും എനർജീസ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ബ്ലെസ്സിങ് ആണ്. ഞാനത് ഈച്ച് ആൻഡ് എവറി ഡേ ഞാൻ കൗണ്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി വെരി മച്ച്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനെ നിങ്ങളടുത്ത് നിങ്ങൾ ആരാണ് തീരാൻ പോകുന്നു അതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്തുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആൻസിസ്റ്റേഴ്സിന്റെ മെസ്സേജ് ആണ്, എക്സ്ചേഞ്ച് എനർജി ടു ക്രിയേറ്റ് അബണ്ടൻസ്. വാവ്. ട്രസ്റ്റ് ആൻഡ് ത്രൈവ്. എന്ത് പറയാനടേ, ഒന്നും എനിക്ക് പറയാനില്ല. അടിപൊളി. കാരണം ട്രേഡറിന്റെ കാർഡ് വരുമ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ഉറപ്പായിട്ടും ട്രേഡേഴ്സ് ആണ്. ഓക്കെ, ട്രേഡേഴ്സ് അല്ലാത്ത ആൾക്കാർക്ക് എനിക്ക് ഒരു കാര്യം പറയാന്ന് വെച്ചാൽ എനർജി എക്സ്ചേഞ്ച് അത് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത് കൊള്ളാം നമുക്ക് തോന്നിക്കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും അതിനകത്ത് നിന്ന് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിന് പകരം എന്തെങ്കിലും എനർജി എക്സ്ചേഞ്ച് കൊടുക്കുക. ഓക്കെ, വേറൊന്നും കൊണ്ടല്ല, നമ്മൾ കൊടുക്കും തോറുമാണ് നമുക്ക് ആക്ച്വലി കിട്ടുക എന്നൊക്കെ പറയില്ലേ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചില ആൾക്കാരുടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു സാധനം ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ നിന്ന് വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് തോന്നി അതിൻ്റെ വില ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് 100 റുപ്പീസിനാണ്. നിങ്ങൾക്ക് തോന്നി അത്രയല്ല, അതിന് ഭയങ്കര വർത്തിയാണ്. ഓക്കെ, അങ്ങനെ തോന്നുവാണെങ്കിൽ 100ന് പകരം 120 കൊടുക്കാൻ മനസ്സ് തോന്നുകയാണെങ്കിൽ കൊടുക്കുക. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യണം, എനിക്ക് കിട്ടിയ എന്താ പറയുക എനർജിക്ക് അതിന് എക്സ്ചേഞ്ച് ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും എന്തെങ്കിലും കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനർജി എക്സ്ചേഞ്ച് ചെയ്യുക. കാരണം അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർ ഉറപ്പായിട്ടും ഇവിടെ ബിസിനസ് പീപ്പിൾ ആണ്, ഡൗട്ടേ എനിക്കില്ല. സ്റ്റാഗിന്റെ കാർഡ് ട്രസ്റ്റ് ആൻഡ് ത്രൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗിൽ തോന്നുന്നത് ട്രസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു ഡെസ്റ്റിനി അല്ല. അത് നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഉറപ്പായിട്ടും ചെറിയ ഡെസ്റ്റിനി അല്ല. ഓൾറൈറ്റ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് മദർ മേരി. എനിക്കിത് കാർത്തു ഇത് ഈ പൈൽ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാർത്തു ഡെഫിനറ്റ്ലി എനിക്ക് ഒരുപാട് കാർത്തു റിലേറ്റഡ് എനർജീസ് എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്.
കാരണം മദർ മേരിയുടെ കാര്യങ്ങൾ വന്നപ്പോൾ ലവ് ആൻഡ് പീസ്, ലെറ്റ് ഗോ ഓഫ് ദ നീഡ് ടു ബി റൈറ്റ്, ചൂസ് പീസ്, മദർ ഹീലിംഗ് ഈസ് പോസിബിൾ അറ്റ് ദിസ് ടൈം. ഉറപ്പായിട്ടും നിങ്ങൾ എന്താ പറയുക, സമാധാനം തന്നെ ചൂസ് ചെയ്യാം. ഹീലിംഗ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും മദർ മേരിയായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മാതാവ് തന്നെ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഈ ജേർണിയിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അമ്മയുടെ ഹെൽപ്പ് എടുക്കുക. എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് തോന്നുക ലൈക്ക് അയ്യോ എന്നെ കൂടെ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് അമ്മയെ വിളിച്ചാൽ മതി. എൻ്റെ സ്പിരിച്വൽ ജേർണിയുടെ സ്റ്റാർട്ടിങ്ങിൽ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുമായിരുന്നു ആ ഒരു മണം. ഞാനിപ്പോഴും മറന്നിട്ടില്ല. ആ ഒരു സ്പെഷ്യൽ മണമാണ് അമ്മയുടെ. എനിക്ക് മനസ്സിലാവില്ല എന്നത്, കാരണം എൻ്റെ വീടിൻ്റെ അവിടെ ഒന്നും ആ ഒരു പ്രത്യേകതരം റോസാപ്പൂവിൻ്റെ ഒരു മണമൊന്നും ഇല്ല. അങ്ങനെ ഒരു മണമായിരുന്നു എനിക്ക് എപ്പോഴും ഞാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിലും അവിടെ ഞാൻ നടക്കുമ്പോഴും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്ന. പിന്നെ എനിക്ക് മനസ്സിലായത് അമ്മ എൻ്റെ കൂടെ ഉള്ളതാണെന്ന്. മതി അമ്മ, എനിക്ക് മനസ്സിലായി സത്യമാണെന്നുള്ളതിന് അമ്മ എനിക്ക് അല്ലെങ്കിൽ തരണ്ട. അടുത്തത് ചില ആൾക്കാർ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഇതിലെത്തണമെങ്കിൽ, ഈ ജേർണിയിൽ എത്തണമെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരുപാട് സ്റ്റഡി ലേണിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും പർട്ടിക്കുലർ കോഴ്സ് ചെയ്യണം, അഡീഷണൽ കോഴ്സ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യാം. ഓരോ ദിവസം പുതിയ പാഠങ്ങളാണ് നമ്മുടെ ലൈഫിൽ, അത് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. വാവ്, നിങ്ങൾ ചെറിയ ആൾക്കാരൊന്നും അല്ല ഗൈസ്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്താലില്ലെങ്കിലും എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ച് ഞാൻ നിങ്ങൾ ചെറിയ ആൾക്കാരെന്ന് പറയില്ല. വേറെ ലെവലാണ്. ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ വലിയ എന്താ പറയില്ല, വലിയ ദൗത്യമായിട്ട് വന്ന ആൾക്കാരാണ്. അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ദൗത്യം നല്ല രീതിയിൽ തന്നെ നിറവേറട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നിങ്ങളുടെ ലൈഫിൽ നടക്കട്ടെ. എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് വന്നു ചേരട്ടെ. ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ കണ്ട ഓരോരുത്തരും എന്താ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പക്ഷെ മസ്റ്റായിട്ട് നിങ്ങളുടെ നെയിം ഒന്ന് ടൈപ്പ് ചെയ്യണേ, നെയിം. കാരണം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം പലരുടെയും പേരല്ല നിങ്ങളുടെ ആ ഐഡിയ ആയിട്ട് കാണുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ പേര് കണ്ടു കഴിഞ്ഞാൽ മാഡം ഓർത്തിരിക്കുമെന്ന് വെച്ചാൽ എനിക്കൊരു ഉറപ്പില്ല. പേരൊക്കെ ഞാൻ പെട്ടെന്ന് മറക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, പറ്റുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പേരിടുക. ഫയൽ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെദർ ഇടുക. ഫെദർ നിങ്ങൾ ഒരു സൈനായിട്ട് ഇടണേ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. 222 ഞാൻ കണ്ടു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരട്ടെ, നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ആൻഡ് ഹാർമണി എല്ലാം വരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ. ഹായ് ഫയൽ 2, വെൽക്കം ടു യുവർ റീഡിങ്. നിങ്ങൾ ചൂസ് ചെയ്ത നിങ്ങളുടെ ഒബ്സീഡിയൻ ആണ്. നമുക്കിവിടെ വയ്ക്കാം. ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കാർഡ്സ് ഒക്കെ. നമുക്ക് ആദ്യം ടാരോ നോക്കാം, അതിനുശേഷം ഒറക്കിൾ കാർഡ്സ് നോക്കാം. ഓക്കെ, ഒറക്കിൾ കാർഡ്സ് അവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഞാൻ പറയാം. ഓക്കെ, കറണ്ട് സിറ്റുവേഷനിലേക്ക് കറന്റ് നിങ്ങൾ എന്താ, വാവ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഗൈസ്? എനിക്ക് മറ്റേ ഫയൽ 1-ലായിരുന്നു ഈ പറഞ്ഞ പോലെ സ്പിരിച്വലി കണക്റ്റഡ് പേഴ്സൺസ് കിട്ടിയത്. പക്ഷെ ഇവിടെ നിങ്ങൾ അതിനേക്കാളും സ്പിരിച്വലി കണക്റ്റഡ് പേഴ്സൺസ് ആണ്. നിങ്ങളുടെ ജോബ് സിറ്റുവേഷൻ ആണെങ്കിലും ഭയങ്കര പ്രശ്നമുള്ളൊരു എനർജി എനിക്ക് ഫീൽ ചെയ്യില്ല. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രശ്നമുള്ള എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ജോലിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങളെ ഹാപ്പിയാക്കി വെക്കാൻ എപ്പോഴും മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു എനർജി ഉള്ള ഒരാൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. ഇപ്പം അങ്ങനെയല്ല, അയ്യോ മാം ഭയങ്കര കഷ്ടപ്പാടാണ്, ഒന്നും വിഷമിക്കണ്ട, അതൊക്കെ മാറും. ഓക്കെ, അത് മാത്രമല്ല എംപറർ കാർഡ്, നിങ്ങൾ പല ആൾക്കാരും വലിയ വലിയ ബിസിനസ് ലെവലിലേക്ക് പോകാനും ഒരുപാട് കാര്യങ്ങൾ ആക്ഷൻ എടുക്കാനും നിങ്ങൾ ചില ആൾക്കാർ ഉറപ്പായിട്ടും മാനേജറിൽ പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, ആ ഒരു മാനേജർ പൊസിഷൻ്റെ എനർജി ഉണ്ട്. അത് മാത്രമല്ല ഹൈലി സ്പിരിച്വലി കണക്റ്റഡ് പീപ്പിൾ. നിങ്ങൾ മേ ബി ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടെ കാമായിട്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് പലതും ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗിൽ കിട്ടുന്നുണ്ട്, പല കണക്ഷൻസും കിട്ടുന്നുണ്ട്, പലരെക്കുറിച്ചുള്ള മനസ്സിലെ തോട്ട്സ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ടെലിപ്പത്തിക് കണക്ഷൻസ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ടാറോ ആയിട്ട് ഒരുപാട് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഇൻഡെപ്തായിട്ട് പഠിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം ആഗ്രഹിക്കുന്നുണ്ട്. ന്യൂമറോളജിയും എല്ലാമായിട്ടും നമ്മൾ പറയില്ലേ, ആ സ്പിരിച്വൽ കണക്ഷൻസ് ഉള്ള ഉറപ്പായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. അത് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്ത് കാണിക്കുക എന്നുള്ള, ആക്ഷനിലൂടെ കാണിക്കുക, പറയുക എന്നുള്ളതല്ല, നമ്മൾ ചെയ്ത് കാണിക്കുന്ന ഡൂവേഴ്സ് ആണ്. അപ്പം നിങ്ങൾ പല കാര്യങ്ങളും ചെയ്ത് കാണിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്ത് കാണിക്കുക മാത്രമല്ല, അതിന് വേണ്ടുന്ന, നമ്മൾ പറയില്ലേ ചെയ്ത് കാണിക്കുക എന്നുള്ളത് കൊണ്ട് തീരുന്നില്ല, അതിന് വേണ്ടുന്ന ഗൈഡൻസ് മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ, കാരണം നിങ്ങളുടെ ഗൈഡൻസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ആൾക്കാർ ക്യൂ നിൽക്കും.
നിങ്ങൾക്ക് അത്രയും ഡിവൈൻ ഗൈഡൻസ്, അത് ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ തന്നെ ആവണമെന്നില്ല, ചില ആൾക്കാർക്ക് അല്ലാണ്ട് തന്നെ നിങ്ങൾ വലിയ കൺസൾട്ടൻസ് ഒക്കെ ആയിരിക്കും, ഒരുപാട് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ കൽപ്പുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പലരുടെയും ഉറപ്പായിട്ടും നിങ്ങളുടെ ക്രൗൺ ചക്ര ഹൈലി ആക്ടിവേറ്റഡ് ആണ്. ഓക്കെ, ട്രസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഹൈലി ആക്ടിവേറ്റഡ് ആണ്. പല ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഡ്രീം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കറന്റ്. ഓക്കെ, നിങ്ങളുടെ ഡ്രീംസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രി എന്തെങ്കിലും സ്വപ്നം റാൻഡമായിട്ടൊക്കെ കാണുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊരു ജേർണൽ കീപ്പ് ചെയ്യുക. കാരണം ഒരുപാട് കാര്യത്തിൻ്റെ നമ്മൾ പറയില്ലേ, ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഡ്രീമിലൂടെ നിങ്ങൾക്ക് ഡിവൈൻ തരുന്നുണ്ട്. അപ്പം അത് ട്രസ്റ്റ് ചെയ്യുക, പലതും നോട്ട് ചെയ്ത് വെക്കുക. പലതും നിങ്ങൾക്ക് ഇന്നിപ്പോൾ അർത്ഥം മനസ്സിലാവാത്ത കാര്യങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പലതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ കണക്ഷൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യുന്നതല്ല, നിങ്ങൾക്കത് മനസ്സിലാവും. അതിലൂടെ തന്നെ നിങ്ങൾ ഭയങ്കര പോസിറ്റീവായി മാറുകയും ചെയ്യും. ഓക്കെ, ഓ കറണ്ട് എനർജി ഒരു രക്ഷയില്ല. നിങ്ങൾ ആരാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് നോക്കാം. ഉറപ്പായിട്ടും അയ്യോ സ്പിരിച്വലി കണക്ഷൻ ആണല്ലോ. വാവ്, നിങ്ങൾക്ക് ആഗ്രഹം വേറൊന്നുമില്ല, നിങ്ങൾക്ക് ഹൈലി കണക്റ്റഡ് ആവണം, സ്പിരിച്വലി കണക്റ്റഡ് ആവണം, നിങ്ങൾ ഇമോഷണലായിട്ട് കണക്റ്റഡ് ആവണം. അതുപോലെ തന്നെ പലരെയും എന്താ പറയുക ഗൈഡൻസ് കൊടുക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്ങിലൂടെ പല കാര്യങ്ങൾ ഗൈഡൻസ് കിട്ടണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് മെയിൻലി. പിന്നെ നിങ്ങൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ അപ്രോച്ച് ചെയ്യാറുണ്ട്. കാരണം പലതും ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹം ഡിസിഷനൊക്കെ എടുത്ത് മുന്നോട്ട് പോകണം, സ്പിരിച്വലി കണക്റ്റഡ് ആവണം. എന്താ പറയുക, ഉറപ്പായിട്ടും എൻ്റെ സേക്രൽ ചക്ര വളരെ ആക്ടിവേറ്റഡ് ആക്കി എനിക്ക് അത്രയും ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്സും കാര്യങ്ങളും കിട്ടണം എന്നൊക്കെ തന്നെ നിങ്ങളുടെ ആഗ്രഹം. പക്ഷേ ചില സിറ്റുവേഷനിൽ എന്താ പറയുക, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങളുടെ സബ് കോൺഷ്യസും നിങ്ങൾ ചില ആൾക്കാർ സപ്ലിമെന്റ്സ് കേൾക്കുന്ന ആൾക്കാരായിരിക്കും, മെഡിറ്റേഷൻ മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരുത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഓക്കെ, ഇത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ നിങ്ങൾ ആരായി തീരണം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ് ആണ്. സൂപ്പർ, അടിപൊളി. ചില ആൾക്കാർ ഓഫ് കോഴ്സ് ലോ ആൻഡ് ഓർഡറിലായിരിക്കാം. ചില ആൾക്കാർ നിങ്ങൾ ഇമോഷണലി ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയില്ലേ, അത് എല്ലാവർക്കും ആഗ്രഹമുള്ള സാധനമാണ് ഇമോഷണൽ ഹാപ്പിനെസ്. നിങ്ങളെ സംബന്ധിച്ച് അത് മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ എന്താ പറയാ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ലൈക്ക് എനിക്ക് എൻ്റെ ലൈഫിലുള്ള ഓരോരുത്തരെയും എനിക്ക് മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്ത് എനിക്കെല്ലാം ഷെയർ ചെയ്യണം. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യും, മണി റിലേറ്റഡ്. അതായത് നിങ്ങൾക്ക് ഇത്രയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കാനും ഒക്കെ പറ്റും. അത്രയ്ക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അത്ര പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു രക്ഷയില്ല. മാത്രമല്ല നമ്മളെ ഗുഡ് കർമ്മ നമ്മൾ പറയില്ലേ, നിങ്ങൾ ഇത്രയും ചെറുതായിട്ടായിരിക്കും നിങ്ങളുടെ ആഗ്രഹം, ഒന്നും കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല, തട്ടിമുട്ടി പോയാൽ മതി. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം അങ്ങനെയല്ല. നിങ്ങളുടെ കർമ്മം, നമ്മൾ ചെയ്ത കർമ്മത്തിന് ഓരോന്നിനും ഫലമുണ്ട്. അപ്പൊ ആ കർമ്മഫലം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അവിടെ ഒരു പർട്ടിക്കുലർ പേഴ്സണ് പൈസ കൊടുക്കണം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അന്നത്തേക്ക് വേണ്ടുന്ന പൈസ പോലും ഉണ്ടാവില്ല. അതായിരിക്കും സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക. ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടി വളരെ ഹ്യൂജ് പ്ലാനാണ് റെഡിയാക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈശ്വര എനിക്കൊരു 100 രൂപ എടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അവനെ, അത് കണ്ടോണ്ടിരിക്കാനുള്ള ഗതികേടാണല്ലോ ദൈവമേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാർക്ക് മൈ വേർഡ്സ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇനഫ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ദൈവം തരും, ഉറപ്പാണ്. കാരണം യു ആർ മെന്റ് ടു ബി. നിങ്ങൾ ഇമോഷണലി അത്രയ്ക്ക് ഹാപ്പി ആയിരിക്കും, അത്രയും ഇമോഷണൽ ഹാപ്പിനെസ്, അത്രയും നമ്മുടെ ഗുഡ് കർമ്മ കൊണ്ട് നിറഞ്ഞ ഒരു സിറ്റുവേഷൻസ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും നമ്മൾ എത്ര ചിലവാക്കിയാലും തീരാത്ത പൈസ വേണമെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു എനർജി തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും തന്നെ തീരാത്തത്രയും പൈസ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മണി ഫ്ലോ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു രക്ഷയില്ല ദൈവമേ. പൈൽ 1 പൈൽ 2 പൊളി, ഈശ്വര പൈൽ 3 ഒക്കെ ചെയ്യേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു.
എന്തായാലും കൊള്ളാം ഗൈസ്. കാരണം നിങ്ങൾ ആരാണ് ആയിത്തരാൻ പോകുന്നത് വളരെ സന്തോഷം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു അബണ്ടൻസും കാര്യങ്ങളൊക്കെ വരട്ടെ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യും തോറും ആണ് ഇതെല്ലാം കൂടുന്നത്. എൻ്റെ എപ്പോഴും എൻ്റെ ഒരു തോട്ട് ഇതായിരുന്നു, ലൈക്ക് അയ്യോ പൈസ ചിലവാക്കി തീർന്നല്ലോ. ഒന്നുമല്ല, പൈസ ചിലവാക്കുമ്പോൾ അത്രയും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ആ പൈസ ബ്ലെസ് ചെയ്ത് ആ പൈസ നമ്മളെ ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു ഫ്ലോ ആയിട്ട് തന്നെ നമ്മുടെ ലൈഫിൽ വരും. അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഉറപ്പായിട്ടും. എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ അത് പറഞ്ഞു തരണമെന്ന് അറിയില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ചിലവാക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായില്ല അങ്ങനെ അല്ല. നമ്മൾ എന്താ പറയാ, അത് മണി എന്ന് പറയുന്ന എനർജിയാണ്. അത് ഫ്ലോ ചെയ്യും തോറുമാണ് ഈ പറഞ്ഞ പോലെ അത് ഒരുപാട് റിവേർട്ട് ചെയ്ത് തിരിച്ചു വരിക. അത് ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് എടുത്ത് വാരി വലിച്ച് ചിലവാക്കാനൊന്നുമല്ല പറയുന്നത്, എന്ത് ചെയ്യാൻ പറ്റുമോ അത്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആരായിട്ടിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫ്രണ്ട്ഷിപ്പ്, fairies and humans alike need friends. Now is the time to seek out those who will support and encourage you on your journey to fulfill your dreams. അപ്പം നമ്മൾ ഇവിടെ ഫസ്റ്റ് ഗൈഡൻസ് വേറൊന്നുമല്ല, നമ്മളെ എന്താണെങ്കിലും നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലേക്ക് കൊണ്ടുവന്നാൽ മതി. അല്ലാണ്ട് നമുക്ക് തന്നെ അറിയാം, ചില ആൾക്കാർ, ഞാൻ ചിലപ്പോഴൊക്കെ റീഡിങ്ങിൽ പറയാറുണ്ട്, നിങ്ങളുടെ പ്ലാൻസ് നിങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അറിയാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന്. പക്ഷെ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. അവർ തന്നെ ആയിരിക്കും നിങ്ങളെ എൻകറേജ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് നിങ്ങളെ ഉയർത്തിയെത്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ. എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവട്ടെ. ഔട്ട്റേജസ് ഓപ്പൺനെസ്, ഡിയർ ലവ്, open me to your will, release me from my attachments, surprise and delight with me your plan. You know what's needed and I am open to receive. സൂപ്പർ കാർഡ്സ്. ഇതിനേക്കാൾ വലിയ കാർഡൊന്നും കിട്ടാനില്ലേ. കാര്യം വെച്ചാൽ വേറൊന്നുമല്ല, ഡിവൈൻ പ്ലാൻ വർക്കൗട്ട് ആവട്ടെ. നമ്മൾ കിടന്ന് അത് വേണം ഇത് വേണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ആയാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനേക്കാളും നമ്മൾ അതെല്ലാം വിട്ടുകൊടുത്ത് ഈഗോ എന്നെ എല്ലാം കളഞ്ഞ് ഡിവൈൻ്റെ അടുത്ത് പറയാൻ, ലൈക്ക് ഡിവൈൻ പ്ലാൻ വർക്കൗട്ട് ആവട്ടെ, ഡിവൈൻ പ്ലാൻ വരട്ടെ, ഞാൻ അതിനെല്ലാം റെഡിയാണ്, ഞാൻ ഓപ്പൺ ടു റിസീവിലാണ്, ആ ഒരു എനർജിയിലാണെന്നുള്ളത് ക്ലെയിം ചെയ്യൂ. ഒരു രക്ഷയില്ല കേട്ടാ. പൈൽ 1 സൂപ്പറാണല്ലോ പൈൽ 2. ഞാൻ ഒന്നും ചൂസ് ചെയ്തില്ല, അതുകൊണ്ട് ഇത് രണ്ടും ഞാനല്ലാന്ന് എനിക്കറിയാം. പക്ഷെ ഉറപ്പായിട്ടും ആ ഓപ്പൺനെസ് വരട്ടെ നിങ്ങളുടെ ഉള്ളിൽ. പല ആൾക്കാരും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലിംഗ് ചെയ്യണേ. ഇതിനകത്ത് ഹാർട്ട് ചക്ര എനർജീസ് കുറവാണെങ്കിൽ എനിക്ക് ഹാർട്ട് ചക്ര ഭയങ്കര റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാർട്ട് ചക്ര ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ അത് ഞാൻ വിട്ടുപോയി. പൈൽ 1 ഞാൻ ചോദിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ, അതിൻ്റെ ആൻസർ ഡിവൈൻ തരും. നിങ്ങളുടെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ചോദ്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ യെസ് ആണ്, അബണ്ടൻസ് ആണ്, ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങൾക്ക് മണി ഫ്ലോ ചെയ്യും എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവൊന്നും വരാനില്ല. കാരണം അത്രയും മണി എനർജി ഇതിനകത്ത് കിട്ടുന്നുണ്ട്, അബണ്ടൻസ്. ഓക്കെ, അത് മാത്രമല്ല അടുത്ത് വരുന്ന നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡ് ഹെവൻ, മെസ്സേജ് ഫ്രം ഹെവൻ, അല്ലെങ്കിൽ പാസ്റ്റ് നമ്മൾ മരിച്ചുപോയ ആൾക്കാരുടെ എനർജി, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളതെന്നാണ്. പുട്ട് ഓൺ യുവർ ഡാൻസിങ് ഷൂസ് ഓർ വാക്ക് അലോങ് ദ ബീച്ച്, വി എൻകറേജ് യു ടു മൂവ്. നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യണം, പലരും ചെയ്യണം എന്ന്. ആക്ഷൻ എടുക്കണേ. കാരണം ആക്ഷൻ എടുത്തു തുടങ്ങുമ്പോൾ മാത്രമായിരുന്നു നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ റിയാലിറ്റിയിൽ വരിക. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എന്നെ പോലത്തെ പല ആൾക്കാരുമാണ് എൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്നതിന് എനിക്കൊരു ഡൗട്ടും ഇല്ല. കാരണം ആക്ഷൻ എടുക്കുക ഇറ്റ്സ് ലൈക്ക് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ കൂടുതലും, എസ്പെഷ്യലി ഹെൽത്തിൻ്റെ കേസിൽ. പക്ഷെ ഇപ്പം കുറച്ചുകൂടി ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഹെൽത്ത് നോക്കണം. 333 നമ്പർ ഞാൻ കണ്ടു. നിങ്ങൾ ചില ആൾക്കാർക്കെങ്കിലും സിഗ്നിഫിക്കൻറ്റ് നമ്പർ ആയിരിക്കും 333 അതുപോലെ തന്നെ 3333. ഈ 2 നമ്പർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ടു. ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജേർണിയിൽ നിങ്ങൾ പലപ്പോഴായിട്ട് കാണുന്നതായിരിക്കും. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയും ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, ട്രസ്റ്റ് ചെയ്യുക. നമ്മുടെ ലൈഫാണ്. നമ്മുടെ ലൈഫിലെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് വേണ്ടുന്ന ഗൈഡൻസ് തരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഫാദർ ആൻഡ് ലവ്ഡ് വൺ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള എനർജി ഉണ്ട്, അതിനുള്ള ബ്ലെസ്സിങ്സ് ഉണ്ട്. അത് നിങ്ങളുടെ ഡിവൈൻ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നമുക്കിതിനെല്ലാം നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ എല്ലാ എനർജീസും പോസിറ്റീവ് എനർജീസും നമ്മുടെ ലൈഫിൽ വരണമെങ്കിൽ ആദ്യം നമ്മൾ ഓപ്പൺ ആയിരിക്കണം ഈ ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിൽ റിസീവ് ചെയ്യാൻ. ഐ ആം ഓപ്പൺ ടു റിസീവ് മൈ ബ്ലെസ്സിങ്സ് ഇൻ ടു മൈ ലൈഫ്.
ഓക്കെ, നമ്മുടെ ലൈഫിൽ ഈ ബ്ലെസ്സിങ്സ് എല്ലാം വന്നു ചേരട്ടെ. കാരണം ഇതെല്ലാം യൂണിവേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് ഒരാൾക്ക് വേണ്ടി ഇത്രയും ബ്ലെസ്സിങ് എന്നല്ല, യൂണിവേഴ്സ് അബണ്ടന്റ് ആണ്. ആ അബണ്ടൻസ് എല്ലാം നമുക്ക് എല്ലാവരും നമ്മൾ ഓപ്പൺ ആയിട്ട് റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഡിവൈൻ ഇതെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിൽ നിറയ്ക്കും. അപ്പം അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രം നമുക്ക് മതി, ഓപ്പൺനെസ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ നിങ്ങളുടെ ആരായിത്തീരുന്നു അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ഗൈഡൻസ്. Need I have to say anything more, guys? High priestess twice, tarot readers, oracle card readers, astrologers, numerologists, healers, reiki healers, crystal healers, ഒരു രക്ഷയില്ല. ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരുപാട് മിസ്റ്റിക്കൽ പവേഴ്സ് ഉണ്ട്. നിങ്ങൾ പലരും അത് ആക്സസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഉറപ്പായിട്ട് ഈ കാർഡ് ഇവിടെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഹൈ പ്രീസസിന്റെ കാർഡ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാർഡാണ്. എസ്പെഷ്യലി ഈ ഡെക്കിനകത്ത് ഞാൻ ഹൈ പ്രീസസ് സത്യമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എനിവേ വളരെ നല്ല എനർജി, വളരെ വളരെ പോസിറ്റീവ് എനർജി. കാരണം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരുപാട് പേരും ഒരു എന്താ പറയുക സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ ജേർണി, സ്പിരിച്വൽ കണക്ഷൻസ് അതിനെക്കുറിച്ചൊക്കെ ഇൻഡെപ്ത് മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, എല്ലാത്തിനും ഇൻഡെപ്ത് നിങ്ങളുടെ ലൈഫിൽ വന്ന പല പല നെഗറ്റീവ് സിറ്റുവേഷൻ്റെ റീസൺ നിങ്ങൾക്ക് പലപ്പോഴായിട്ടും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയ ആൾക്കാരാണ്. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോന്നിനും ഒന്നും നിങ്ങൾക്കല്ല സംഭവിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നതാണെന്നുള്ളതിൻ്റെ പല സിറ്റുവേഷൻസിലൂടെ നിങ്ങൾക്ക് അതൊരു തെളിവായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നതും മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് ഹൈലി കണക്റ്റഡ് ആണ് നിങ്ങൾ ഉറപ്പായിട്ടും. ഈ ലൈഫിലല്ല, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് മുതലേ നിങ്ങൾ പലരും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി എപ്പോഴും നിങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട്. ഓക്കെ, നമുക്കറിയേണ്ടത് നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്ന ഏഞ്ചൽ പ്രെയർ എന്താണ്? ദ ഇന്നർ വോയിസ്. താങ്ക് യു ഏഞ്ചൽ ഫോർ ഗൈഡിങ് മീ ത്രൂ മൈ ഇന്നർ വോയിസ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആണെന്ന് ഞാൻ ചുമ്മാ നിലവിളിക്കുന്നുണ്ട്. അതൊന്നുകൂടെ കൺഫേം ചെയ്തേ ഉള്ളൂ. കാരണം നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മളവിടെ വിജയിച്ച്, പകുതിയല്ല മുഴുവനായിട്ട്. സോ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് നിങ്ങളുടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ള സിറ്റുവേഷൻസും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഡിവൈൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ പോസിറ്റീവ് കാര്യങ്ങൾ വന്നു ചേരും. കാരണം നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഒരു കൺഫർമേഷൻ എന്നുള്ള മെസ്സേജ് ആയിട്ട് സ്പിരിറ്റ് തരുന്നതെന്ന് വെച്ചാൽ ഫൈൽ 2 യു ഹാവ് ടു ട്രസ്റ്റ് യുവർ ഇന്നർ വോയിസ്. കാരണം അത് അത്രയും സ്ട്രോങ് ആണ്. കാരണം ഇന്നർ വോയിസ് ഭയങ്കര നേർത്തതാണ് സാധാരണ. പക്ഷേ നമ്മൾ അതിനെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിനേക്കാളും വോയിസ് കൂടുതലായിരിക്കും നമ്മുടെ സോളിന്. ഓക്കെ, അടുത്ത ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് പോൾ ദ വെനീഷ്യൻ, എക്സ്പീരിയൻസിങ് ഗ്രേസ്. ഷെയർ യുവർ ഗിഫ്റ്റ്സ് വിത്ത് ഗ്രേസ്. വേവ്സ് ഓഫ് ഇൻസ്പിറേഷൻ ലവ് ആർ കമ്മിങ് ഫോർ യു. ഒരുപാട് ഇൻസ്പിറേഷനും അതുപോലെ തന്നെ എന്താണ് ബ്ലെസ്സിങ്സും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് നിങ്ങളുടെ ഈ കാർഡ്. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും ഒരുപാട് ഷെയർ ചെയ്യാനുണ്ടാവും മറ്റുള്ളവരടുത്ത്. ഉറപ്പായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ചെയ്യണം, സ്പിരിച്വലി കണക്റ്റഡ് ആവണം, സ്പിരിച്വാലിറ്റിയിൽ പോകണം, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം മതി. പക്ഷേ ചെയ്യുക, ആക്ഷൻ എടുക്കുക. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ സൂപ്പർ ലെവലിലേക്ക് നിങ്ങളുടെ ലൈഫ് പോവും. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ക്ലാരിറ്റി നമുക്ക് ഇവിടുത്തെ കാർഡ്സിനകത്ത് നിന്ന് ഓൾറെഡി കിട്ടിയതാണ്. ഓക്കെ, എനർജി വൈസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സൂപ്പർ ബ്രീഡിങ്. കാരണം വെച്ചാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ കടന്നു പോയി. നിങ്ങൾക്കറിയാം എന്താ ശരി എന്താ തെറ്റ്, നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. പലതിനെക്കുറിച്ചുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം ഹൗ ടു ട്രസ്റ്റ് യുവർ ഇന്നർ വോയിസ് അല്ലെങ്കിൽ ഇന്നർ ഗൈഡൻസ് എങ്ങനെ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. അപ്പം അത് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നതോറുമാണ് നമുക്കത് കൂടുതൽ നമ്മുടെ ലൈഫിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയില്ലേ, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് റെഡിയാക്കാൻ. നമ്മൾ എപ്പോഴെങ്കിലും നെഗറ്റീവായി പോകുന്നു, എനിക്കിത് വയ്യാന്ന് പറഞ്ഞ് നിങ്ങൾ അത്രയും നെഗറ്റീവായി പോകുന്ന സമയം മുതൽ നിങ്ങൾ ഒരു 21 days കണ്ടിന്യൂസ്ലി ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് റെഡിയാക്കുക. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കര വലിയ കാര്യങ്ങൾ നടന്നാൽ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കേണ്ടത്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയ കാര്യം നടന്നാൽ നമുക്ക് അത്രയും ഇമോഷണൽ കൊടുത്ത് നമ്മൾ സന്തോഷിക്കാം. കാരണം എല്ലാത്തിനും അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്, ഓരോന്നിനും അതിൻ്റെതായ ഡിവൈൻ ടൈമിംഗ് ഉണ്ട്.
അപ്പം നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ സപ്പോർട്ട് വേണം. സ്പിരിറ്റ് എനിക്കറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലൊക്കെ ആകുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ അപ്പായി വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കേസിലേക്ക് നിങ്ങൾ വേറെ ലെവലാണ്. ഓക്കെ, നിങ്ങൾ ഫൈനാൻഷ്യലി പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡാവേ വേണ്ട. നിങ്ങൾ വേറെ ലെവലിലേക്കാണ് ഫൈനാൻസ് പരമായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് ഇമോഷണലി ഹാപ്പി ആവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് വരും. പലരും ഇമോഷണൽ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പലരും ബിസിനസ്സുകാരുണ്ട് നിങ്ങളിൽ പല ആൾക്കാരും. ഹീലേഴ്സ് ആണ് എനിക്ക് മെയിൻ എനർജി ഹീലിങ്ങിൻ്റെ ഫീൽഡിലുള്ള വിച്ചസ്. എന്താ പറയുക, പല കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, എല്ലാതും നമ്മൾ പറയുന്നതെല്ലാം നമ്മൾ റിയാലിറ്റിയിൽ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർ. അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങൾ രണ്ട് പൈൽ 1ഉം പൈൽ 2 നിങ്ങളൊരു കാര്യം ചെയ്യോ, എനിക്ക് നിങ്ങൾ മൂണിൻ്റെ സൈൻ ഇടുവോ, മൂണിൻ്റെ സൈൻ ഇടുവോ? നിങ്ങൾ പൈൽ 2 ആണ് ചൂസ് ചെയ്തത് എന്നുള്ളത് എനിക്ക് കാണിക്കാൻ വേണ്ടി മൂണിൻ്റെ സൈൻ. പിന്നെ ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇന്ന് ആരൊക്കെയാണോ കണക്ട് ചെയ്യുന്ന ഓരോരുത്തരും പ്ലീസ് എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ യഥാർത്ഥ പേര്, ഒറിജിനൽ നെയിം ഒന്ന് കമൻറ്റ് ചെയ്യണേ. വെറുതെ എനിക്കിത് കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, പറ്റുവാണെങ്കിൽ ചെയ്യുക. സമയം എടുക്കുന്ന ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരും കണക്ട് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ റീകണക്ട് ചെയ്യുന്നു, ഒരുപാട് മെസ്സേജസ് ഇടുന്നു. ഒരുപാട് ബ്ലെസ്ഡ് ആണ് ഞാൻ. താങ്ക് യു വെരി മച്ച്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.